ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വർഷാന്ത്യ ചിന്തകൾക്ക് വിരാമമിടാൻ, വർഷാരംഭത്തിലേക്ക് പ്രവേശിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ദൈവം അപരിമേയനാണ്. ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും അപരിമേയമാണ്. എന്നാൽ സമയത്തിന് പരിമിതിയുണ്ട്, പരിധിയുണ്ട്. വർഷാന്തമുണർത്തുന്ന വലിയ ചിന്ത ഇതാണ്. 24 മണിക്കൂറുകൾ കഴിയുമ്പോൾ ഒരു ദിവസം കടന്നുപോകും. 7 ദിവസങ്ങൾ ചേരുമ്പോൾ ഒരാഴ്ച കടന്നുപോകും. 30-31 ദിവസങ്ങളാവുമ്പോൾ ഒരു മാസം കടന്നുപോകും. 12 മാസങ്ങളാകുമ്പോൾ ഒരു വർഷം കടന്നുപോകും. 80 ഏറിയാൽ 100 വർഷങ്ങളാകുമ്പോൾ ഒരു ജീവിതം തന്നെ കടന്നുപോകും. ആരും ഇവിടെ നിത്യകാലം ജീവിക്കാനുള്ളവരല്ല. നശ്വരമായ സമയമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നശ്വരമായ സമയം വിനിയോഗിച്ച് അനശ്വരമായ സമ്പാദ്യം സ്വന്തമാക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. പരീക്ഷാ ഹാളിൽ വിദ്യാർത്ഥി ആദ്യത്തെ മണിക്കൂർ അലസമായി ചെലവഴിച്ചാൽ അവസാനമാവുമ്പോൾ തോന്നും, ഒരു 10 മിനിറ്റ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എല്ലാം നന്നാക്കാമായിരുന്നു. ഓട്ടത്തിൽ സമർത്ഥനായിരുന്നിട്ടും വളരെയേറെ കഴിവുകൾ ഉണ്ടായിരുന്നിട്ടും മുയൽ ആമയോട് തോറ്റു. വർഷാരംഭ ചിന്തകൾ മുന്നോട്ട് വയ്ക്കുന്ന വളരെ പ്രധാനമായൊരു സന്ദേശം ഇതാണ്. ഒരു ബഡ്ജറ്റ് വേണം, ഒരു പ്ലാനിങ് വേണം. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, സമയത്തിന്റെ കാര്യത്തിലും. നമുക്ക് കുറേയേറെ പണമുണ്ടെങ്കിലും ഒരു ബഡ്ജറ്റ് ഇല്ലാതെ, പ്ലാനിങ് ഇല്ലാതെ ചുമ്മാ ചെലവാക്കിയാൽ പെട്ടെന്ന് പണം തീർന്നു പോകും. നമ്മൾ ദരിദ്രരാകും. മുൻഗണനകൾ തെറ്റിപ്പോകും. സമയത്തിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പണമൊക്കെ പോയാൽ പക്ഷെ വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. സമയമോ പുനർനിർമ്മിക്കാനാവില്ല, വീണ്ടും കണ്ടെടുക്കാനാവില്ല. പോയത് തന്നെയാണ്. സമയം ശ്രദ്ധയോടെ, മുൻഗണന തെറ്റാതെ വിനിയോഗിക്കുമെന്നുള്ള ഒരു പ്രതിജ്ഞയോടെ നമുക്ക് പുതുവത്സരത്തെ വരവേൽക്കാം. ആമേൻ.